ഇന്ന് വണ്ടി ആർമി ക്യാൻറ്റീനിലേക്ക് വിടാം. പാലക്കാടാണ്. പാലക്കാട് ഒറ്റപ്പാലത്തുണ്ട്. നമുക്ക് എളുപ്പം പാലക്കാടാണ്. അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. ഇപ്പൊ ഈയിടെയായിട്ട് ദിവസവും മഴയാണ്. ഇന്ന് പ്രത്യേകിച്ചും നല്ല മഴയുണ്ട്. നമുക്ക് ടോക്കൺ ബുക്ക് ചെയ്തിട്ട് ഇന്ന് കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. കോവിഡിന്റെ മുന്നൊന്നും ഇങ്ങനെ ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരിട്ട് പോയിട്ട് ഐറ്റംസ് ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ബുക്ക് ചെയ്തിട്ട് വേണം, നമ്മൾ ആ ടൈമിൽ പോയിട്ട് വേണം നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. ക്യാൻറ്റീനിലേക്കുള്ള ഓൺലൈൻ ബുക്കിങ്ങിന്റെ ഒരു മോഡലാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാൻറ്റീനിലേക്ക് 2 കാർഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലിക്കർ, ഒന്ന് ഗ്രോസറി. ഗ്രോസറി കാർഡ് ഹോൾഡർക്കും ഡിപെൻഡന്റിനും ഉപയോഗിക്കാൻ പറ്റും. ലിക്കർ കാർഡ് ഹോൾഡറിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയാണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. പക്ഷേ നിറയെ വണ്ടികളൊക്കെ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് വിശ്വാസം. നമ്മൾ പോകുന്ന സമയത്ത് നിറയെ വണ്ടികൾ മുന്നിലുണ്ടെങ്കിൽ നിറയെ ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് പൊതുവെയൊരു വെപ്പ്. ക്യാൻറ്റീൻ്റെ ഉള്ളിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത്ര ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മൾ ചടപടിയുന്ന ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല മഴയുണ്ട്. തൽക്കാല ആശ്വാസനായിട്ട് അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. നമുക്ക് അവിടുന്ന് ചായ നല്ല ചൂട് സമോസയൊക്കെ കഴിക്കാം. ജോൺസൺ മാഷിന്റെ പാട്ടുകൂടിയായ സെറ്റ്. നമുക്ക് ഷോപ്പിംഗ് ടൈം ഫിക്സ് ആണ്. കാരണം നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സമയം നേരത്തെ നമുക്ക് ടോക്കണിൽ കിട്ടിയിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചതെന്നുള്ളത് കാണാം കേട്ടോ. കൂടാതെ ഓരോ സാധനങ്ങൾക്കും ക്യാൻറ്റീൻ പ്രൈസും മാർക്കറ്റ് പ്രൈസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലൈറ്റ് നിന്ന് തുടങ്ങിയാലോ? പ്രകാശം. അങ്ങനെയൊന്നല്ല കേട്ടോ. എൻ്റെ കൈ കിട്ടിയത് ആദ്യം ഈ ബൾബായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബൾബ് വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേകം ഒരു അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഫിലിപ്സിന്റെ 26 വോൾട്ട് ബൾബാണ്. കുറച്ച് പ്രകാശം കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ബൾബ് എടുത്തത്. പക്ഷെ ഞാൻ വിചാരിച്ചത് പോലെ പ്രകാശം ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഒരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. നമുക്ക് ഇനി ഗ്രോസറി ഐറ്റംസ് ഒക്കെ നോക്കാം. കുളി സോപ്പ്, അലക്ക് സോപ്പ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഡിഷ് വാഷ് സോപ്പ്, ലിക്വിഡ്, അതിൻ്റെ സ്ക്രബ്ബർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റാണ് മെയിൻ. ക്യാൻറ്റീനിൽ പോകുന്നവർ മിക്കവാറും ഓരോ പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു 10-20 എണ്ണമൊക്കെ ഉള്ള ഒരു പാക്കറ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ട് പോവാറ്. പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങിയില്ല. നമുക്ക് എല്ലാ ബിസ്ക്കറ്റിൻ്റെയും ടേസ്റ്റ് അറിയണം എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനും ഈ 2 എണ്ണം വീതൊക്കെയാണ് എടുക്കുന്നത്. ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൂട്ടാനുള്ള ഒരു പ്രധാന കാരണം സോനുവിൻ്റെ സ്കൂളിലേക്ക് ഡെയിലി സ്നാക്സ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്തു വിടാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ബിസ്ക്കറ്റൊക്കെ വാങ്ങുന്നത്. പിന്നെ നമ്മൾ ഉജാലയുടെ ഒരു ഡിറ്റർജൻറ്റ് ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങുന്ന ഒരു സൂപ്പ്, നോറിൻ്റെ വെജിറ്റബിൾ സൂപ്പും പിന്നെ ഒരു ടൊമാറ്റോ സൂപ്പ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ടൊമാറ്റോ സൂപ്പ് ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റസ്ക് കൂടി ഇവിടെ ഉണ്ട്. അപ്പം അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടൊമാറ്റോയുടെ സൂപ്പും ടോസ്റ്റിയുടെ റസ്ക്കും നല്ല മാച്ചാണ്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് ഷോർട്സിൽ നോക്കിയാൽ മതി. പിന്നെ അത് ബിസ്ക്കറ്റുകളുടെ കുമാരാണ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ ഈ പുറത്ത് തന്നെ വെച്ച് എല്ലാം ഓരോരോ ഡിഫറെൻറ്റ് പാക്ക് ആക്കിയിട്ട് വേണം എനിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. കാരണം ഇത് ഉള്ളിൽ കൊണ്ടുപോയിട്ട് എല്ലാം കൂടി കൊട്ടിമറിച്ച് പാക്ക് ചെയ്യുന്നതിനേക്കാളും ഇവിടുന്ന് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ സോന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള സാധനം 1-2 ദിവസം കൊണ്ട് തീർക്കും. ഇതൊക്കെ ഒരു മാസത്തിനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം മന്ത്ലി വൺസ് ആണ് നമ്മൾ ക്യാൻറ്റീനിൽ പോകുന്നത്. അപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്യാൻറ്റീനിൽ 60% വരെ ഓഫർ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് 100 രൂപയുടെ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് 40 രൂപയ്ക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ചില ഐറ്റംസിന് വളരെ റേറ്റ് കൂടുതലാണ്. നമുക്ക് ക്യാൻറ്റീനിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോൾ നമ്മളത് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്, ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സോപ്പ് പുറത്തു നിന്നും മാർക്കറ്റ് പ്രൈസിൽ 50 രൂപയ്ക്ക് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിൽ നമുക്ക് 50 രൂപയ്ക്ക് സോപ്പ് വാങ്ങാൻ കഴിയും. അത് ആക്ച്വൽ പ്രൈസ്, അതായത് മാർക്കറ്റ് പ്രൈസ് 100 രൂപയായിരിക്കും. ആ പ്രൈസാണ് നമുക്ക് 50 രൂപയ്ക്കായിട്ട് കിട്ടുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഇത് ഈ ചിക്കി പീനട്ട് ഗുഡ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അതിൽ അനാവശ്യമായിട്ടുള്ള ഷുഗർ, അങ്ങനെ ഗ്ലൂക്കോസ് അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ പാക്കിങ്ങും പറയാതിരിക്കാൻ വയ്യ. ഓരോ സിംഗിൾ പീസായിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 3 പാക്കിംഗ് വരുന്നുണ്ട് ഇതിൽ. പിന്നെ ക്യാൻറ്റീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചായപ്പൊടിയാണ്. ഇവിടെ നല്ല ചായപ്പൊടി നമുക്ക് കിട്ടും. ഞാൻ ചായയോട് പറഞ്ഞു, ഇന്ന് എനിക്ക് ചായ കുടിക്കുവാൻ പോലും സമയമില്ല. ചായ പറഞ്ഞു, അല്പനേരം എനിക്കായി കവർന്നു വെക്കൂ നീ, ഇന്ന് വിശ്രമവേളതൻ സ്വാതെന്തെന്നറിയൂ നീ. ഈ ഒരു പരസ്യം കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ താജ്മഹലിന്റെ ഈ ഒരു ചായപ്പൊടി. 250 ഗ്രാമിന്റെ ഒരു ചെറിയ പാക്കാണ്. നമ്മൾ ആദ്യം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ വലുത് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പാക്ക് വാങ്ങിയതാണ്. അടുത്തത് വെർമിസെല്ലിയാണ്, സേമിയ. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സേമിയാണിത്. പക്ഷേ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3 ടൈപ്പ് വെർമിസെല്ലി നമുക്ക് കിട്ടും. ഒന്ന് റോസ്റ്റഡ് നമ്മൾ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളത് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നോക്കാതെ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി മാറും.
പിന്നെ മൂന്നാമതൊരു ഐറ്റം എന്ന് പറയുന്നത് പായസമൊക്കെ വെക്കാനായിട്ട് പെട്ടെന്ന് വേവുന്ന പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സേമിയാണ്. അടുത്തത് ചായപ്പൊടിയാണ് കേട്ടോ. ഒരുപാട് ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഈ ചായപ്പൊടി. കാരണം നമുക്ക് പുറത്തുനിന്നും ചായപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് ഡിസ്കൗണ്ട് നമുക്ക് ചായപ്പൊടി, അത് നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി തന്നെ കിട്ടും. ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ, അതായത് മോഹനി എന്ന് പറയുന്ന ബ്രാൻഡിൽ സിപ്ലോക്ക് ഒരു സിസ്റ്റം കൂടി വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം മിക്കവാറും പാക്കുകളിലൊക്കെ ഇതുപോലൊരു സിപ്ലോക്ക് സംവിധാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം. തണുത്ത് പോവാതെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇത് സിപ്പ് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ചായയുടെ. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാറുള്ള ഒരു ഐറ്റമാണ് ഓട്സ്. ഓട്സ് കൊണ്ട് എപ്പോഴും മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഡയറ്റ് എടുക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ വെർമിസെല്ലി പായസമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളത്. ഇത് കുഴഞ്ഞു പോകും, പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ പാക്ക് ഉപ്മാവ് ഉണ്ടാക്കാനൊന്നും സെറ്റ് അല്ല കേട്ടോ. പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അതുപോലെ പായസം എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഒരു പാക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഇതുകൊണ്ട് വേറെ റെസിപ്പി ഉണ്ടാക്കുന്നവരുണ്ടാവുമായിരിക്കാം. ഇത് നമുക്ക് വാഷിംഗ് പൗഡറാണ്. ഇത് വാഷിംഗ് മെഷീനിലും ഹാൻഡ് വാഷിനും ഓക്കെ ആവുന്ന രീതിയിലുള്ള ഒരു പൗഡറാണ്. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്ന വാഷിംഗ് പൗഡേഴ്സിനെല്ലാം ഒരു പ്രത്യേക മണമാണ്. ഒരു വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഒരു നല്ലൊരു റിഫ്രഷ് ഫീലാണ്. പിന്നെ ഒരു കാര്യം, ഓരോ പ്രൊഡക്റ്റിനും ഓരോ ടാക്സ് റേറ്റ് ആണ്. നമ്മളൊരു 4 സോപ്പ് എടുക്കുകയാണെങ്കിൽ 4 സോപ്പിൻ്റെയും ഡിസ്കൗണ്ട് റേറ്റ് വളരെ ഡിഫറൻറ്റ് ആയിരിക്കും. അത് നമ്മൾ നോക്കിയിട്ട് വേണം പിന്നീട് പോകുമ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്യാൻറ്റീനിൽ വരുന്നവർ മിക്കവാറും വാങ്ങാറുള്ള ഒരു ഐറ്റമാണ് സൂപ്പ്. നോറിൻ്റെ ടൊമാറ്റോ സൂപ്പ് ഉണ്ട്, അതുപോലെ വെജിറ്റബിൾ സൂപ്പ് ഉണ്ട്. ഈ ടൊമാറ്റോ സൂപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു കോംബോ കൂടി എപ്പോഴും പരീക്ഷിക്കാറുള്ളത് ഒരു റസ്ക് ഉണ്ട് കേട്ടോ, ടോസ്റ്റി റസ്ക്. ഈ സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ ഈ ഒരു റസ്ക് പീസ് ആക്കിയിട്ട് ഇട്ടിട്ട് കഴിക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞതാണ്, ആള് രാജധാനി എക്സ്പ്രസ്സിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ടൊമാറ്റോ സൂപ്പിൽ ഇതുപോലെ റസ്ക്, ഈ ടോസ്റ്റിയുടെ റസ്ക് എന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള റസ്ക് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവറുള്ള നല്ല റസ്ക്കാണ്. അതുകൊണ്ട് ഈ സൂപ്പും റസ്ക്കും നല്ല കോംബോയാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ വെജ് ആട്ട നൂഡിൽസ് ആണ്. ആക്ച്വലി ഞാൻ ഇത്രയും വലിയ നൂഡിൽസ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ എടുത്തത് ചെറിയ നൂഡിൽസ് ആയിരുന്നു. പക്ഷെ ഒരു ബില്ല് അടിച്ചുള്ള മിസ്റ്റേക്കും ഉണ്ട്. ഒരു 2 വലിയ നൂഡിൽസ് തന്നതാണ് കേട്ടോ. അത് അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്കാണ്, ബില്ല് ചെയ്യുമ്പോൾ ഉള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ ഇതൊരു കഴിക്കുന്ന ഐറ്റം ആണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പിന്നെ തർക്കിക്കാനൊന്നും പോയില്ല. അതും ഒന്നല്ല കേട്ടോ, 2 എണ്ണം ഉണ്ടായിരുന്നു. അതും ഒരു പാക്കിൽ 4 പീസ് ആയിട്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഇത് വീറ്റിൻ്റെ ആണ്, ഫസ്റ്റ് ട്രൈ ആയിട്ടാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഡ്രൈഡ് വെജിറ്റബിൾസ് ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, ഗുഡ് ഡേയുടെ പ്രത്യേകിച്ചും ബട്ടർ ബിസ്ക്കറ്റൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിസ്ത ബദാം കോമ്പോയിലുള്ളതാണ്. സോനിന് എപ്പോഴും സ്നാക്സ് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ബിസ്ക്കറ്റ് പാക്കുകൾ കുറച്ച് വാങ്ങിച്ചു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയാണ്, 5 കിലോ വരുന്ന ഒരു പാക്കാണിത്. ഓർഗാനിക് ആണ്, തത്വ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. എന്താണ് ഓർഗാനിക് ഗോതമ്പ് പൊടി എന്നുള്ളതൊക്കെ വിശദമായിട്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും പോരാതെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ് ഈ ഓർഗാനിക് വീറ്റ് പൗഡർ എന്ന് അറിയണമല്ലോ. സാധാരണ എല്ലാ ഗോതമ്പ് പൊടികളുടെയും പാക്കറ്റിലൊക്കെ പറയുന്നത് പോലെ, അവരുടെ പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ പോഷക സമൃദ്ധമാണ്, ദഹനത്തിന് നല്ലതാണ്, ശരീരത്തിൽ ബ്ലഡിൽ പഞ്ചസാര കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എനിക്കറിയാവുന്ന ഓർഗാനിക് എന്നത് ജൈവവളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്കിതൊന്നും പോയി നോക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എത്രത്തോളം കെമിക്കൽ ഉണ്ട് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് അതെല്ലാം കഴിക്കുന്നു മാത്രം. അപ്പൊ ഈ പാക്കറ്റ് പൊട്ടിച്ച ദോശയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ റിവ്യൂ ഇടാട്ടോ. തത്വ ബ്രാൻഡ് അധികം നമ്മളിവിടെ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇത് ക്യാൻറ്റീനിലായതുകൊണ്ടാണ് ഞങ്ങളും വാങ്ങിയത്. എനിവേ പാക്കിംഗ് കണ്ടിട്ട് അതിന്റെ പുറത്തൊക്കെ എഴുതിയതൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ വെറുതെ യൂട്യൂബിൽ നോക്കി ആരെങ്കിലും ഈ ബ്രാൻഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. മലയാളത്തിൽ ആരും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിയ ഹെൽമെറ്റ് ഒന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ക്വാളിറ്റി വൈസ്, അതുപോലെ തന്നെ ഇട്ട് നോക്കുമ്പോൾ പാകാണെന്നൊക്കെ അറിയണല്ലോ. ഹെൽമെറ്റ് വാങ്ങിയെന്ന് പറയുമ്പോൾ എനിക്കൊരു കഥ കൂടി പറയാനുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഒരു വട്ടം ക്യാൻറ്റീനിൽ പോയപ്പോൾ പാക്ക് പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആ പാക്കിൽ നിന്നും എടുത്ത് ഇട്ട് നോക്കി. എന്നാൽ ഇത് കണ്ടുവന്ന അവിടെ ചാർജിലുണ്ടായിരുന്ന ഒരു ഓഫീസർ എന്നോട് അത് എടുക്കാനായിട്ട് നിർബന്ധിച്ചു. ഞാനാണ് ആ പാക്ക് പൊട്ടിച്ച് ഹെൽമെറ്റ് തലയിൽ വെച്ചതെന്നുള്ള ഭാവത്തിലായിരുന്നു അവരുടെ ഒരു പെരുമാറ്റം. പക്ഷേ എവിഡൻസ് ഉണ്ടല്ലോ, CCTV ഉണ്ടല്ലോ, നമുക്കത് നോക്കി കഴിഞ്ഞാൽ അറിയാം ആരാണത് പൊട്ടിച്ച് അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇതൊരു ട്രയൽ പാക്ക് ആയിരിക്കും എന്നുള്ളതായിരുന്നു. നമ്മൾ വാങ്ങുന്ന ഹെൽമെറ്റ് നമ്മൾക്ക് യൂസ്ഫുൾ ആണോ, അത് ലൈറ്റ് വെയിറ്റ് ആണോ, നമുക്ക് കൊള്ളുന്നതാണോ, ചെറിയ കുട്ടികൾക്കുള്ളതാണോ എന്നൊക്കെ അറിയണമല്ലോ. അതിന്റെ ഒരു ബേസിൽ ഞാൻ എടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ. ഇതിന്റെ പേരിൽ വെറുതെ തർക്കിക്കേണ്ടതായിട്ട് വന്നു. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെ തിരിച്ച് പ്രതികരിക്കണം. ആട്ട നൂഡിൽസിന്റെ അവരുടെ മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ നമ്മളത് ഓക്കെ ആവശ്യമുള്ളതാണെന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് നമ്മളത് വാങ്ങിയത്. പക്ഷെ അന്ന് എനിക്ക് ഹെൽമെറ്റ് വാങ്ങാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. എന്നെ ഇപ്പം ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ വാങ്ങിയത്. നമ്മുടെ നേച്ചർ വെച്ചിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങണമെങ്കിൽ അത് കുറച്ച് റിസർച്ച് ചെയ്ത ശേഷം മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇത്തവണ നോക്കി അടുത്ത തവണ വാങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ വാങ്ങിയ ഹെൽമെറ്റ് ആണ് കേട്ടോ ഇത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടാണ്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്ന് അറിയ പോലുമില്ല. അതുപോലെ നമുക്ക് അതിന്റെ ഉള്ളിലിരിക്കുമ്പോഴും നല്ലൊരു കംഫർട്ടാണ്. നമുക്ക് ഹെൽമെറ്റ് സാധാരണ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ വെയിറ്റ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വെയിറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ അതേപടി ഉള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇത് സേഫ് ആയിട്ട് എടുത്ത് വെക്കാം, നമുക്ക് ആവശ്യമുള്ളപ്പം എടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചോക്ലേറ്റ് കൂടി ഉണ്ട് കേട്ടോ. ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗണ്ടറിൽ ഒരു ചോക്ലേറ്റ് കണ്ടു. അത് കൊടുക്കാനായിട്ടാണ്. അത് ഈ ഡയറി മിൽക്കാണ്. 100 രൂപയുടെ ഡയറി മിൽക്കാണ് കേട്ടോ. 49 രൂപയിലാണ് നമുക്ക് കിട്ടുന്നത്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഒരു ഡയറി മിൽക്കാണ്.
ഡയറി മിൽക്ക് പ്രത്യേകിച്ച് ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല. അതുകൊണ്ട് സോന് വരുമ്പോഴേക്കും എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കഴിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.